ഹായ്, എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, സുനിമോളെ നിനക്ക് ചിക്കൻ കറികൾ മാത്രം വെക്കാൻ അറിയത്തുള്ളൂ, വേറെ കറിയൊന്നും വെക്കാൻ അറിയത്തില്ലെന്ന്. വേറെ കറിയൊക്കെ വെക്കാൻ അറിയാം. ഞങ്ങൾ സാധാരണ തക്കാളി പൊള്ളിക്കുക, ക്യാബേജ് തോരുമ്പോൾ അങ്ങനത്തെ കറികളൊക്കെയാണ്, വെറൈറ്റി ഐറ്റംസ് എല്ലാം കാണിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പാലത്തോളം ഒരുക്ക എന്നോട് ചോദിച്ചു, സുനിമോളെ നീ കുക്കർ ഷോയൊക്കെ തുടങ്ങിയെന്ന്. ഞാൻ പറഞ്ഞു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണം ആയിക്കാന്ന് പറഞ്ഞു. എനിക്ക് നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ബീഫ് തരാം 1 കിലോ, നീ കൊണ്ട് അത് കറി വെച്ച് കുക്കർ ഷോ നടത്താൻ പറഞ്ഞ് എനിക്ക് 1 കിലോ ബീഫ് വന്നിട്ടുണ്ട്. ദേ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കോണം, ഇത് കറി വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കുറെ പേര് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി 2ാമത് ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു, സുനിമോളെ എന്നാ പറ്റി, ഭയങ്കര വിഷമമാണല്ലോ, എന്നാ പറ്റി സുനിമോക്ക് എന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഷൂട്ടിന് പോകുമായിരുന്നല്ലോ, അപ്പം ഡെയിലി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളല്ലേ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരുമാതിരി വിഷമമായാലെന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചിക്കൻ കറി വെക്കുന്നത് ചുമ്മാ വാഗോണ്ട് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ വെറുതെ കിടക്കുകയല്ലേ, അപ്പം ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇടാന്ന് ഓർത്തിട്ട് അന്ന് ഇതിനെപ്പറ്റി ഒന്നും ഐഡിയ ഇല്ലാതെ ചെയ്ത കാര്യമായിരുന്നു. അതെടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടതാണ്. വേറെ ഒന്നും വിചാരിക്കട്ടെ, എനിക്ക് സങ്കട വിഷമം ഒന്നുമില്ല. അതാണത്. പിന്നെ നമുക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാഴ്ച വെക്കാൻ പോണു സുതിമോള എംസിയുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് കറി. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളെ സാധാരണ ആൾക്കാരുണ്ടല്ലോ ചെയ്യുമോന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യും. ഈ അരിപ്പപ്പാത്രം, തുളയുള്ള പാത്രം, അതിലോട്ട് നന്നായിട്ട് ചിക്കൻ കഴുകിയിട്ട് അതിൽ വാരി വെക്കുവാണെങ്കിൽ ചോരയൊക്കെ ചോരവെള്ളമൊക്കെ കൊണ്ട് അങ്ങ് പൊക്കോളും. പിന്നെ അങ്ങനെ ആക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഈ കുക്കറോട് മറിക്കാട്ടാ, കുക്കറോട്ട് എടുത്തിടാം. കുക്കറിലോട്ട് എടുത്തിട്ടതിന് ശേഷം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടുക, അതിൻ്റെ ചീനച്ചട്ടി വെക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഇടാൻ പോണത് ഇപ്പം ബീഫിൻ്റെ അകത്തിട്ട് വെച്ചേക്കാണ്. ഞാൻ ഇങ്ങനെയാണ് വെക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ് വെക്കാൻ നടത്തുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുന്നത് കേട്ടോ. ഇതാണ് വെക്കുക. പിന്നെ ഇതേ തേങ്ങാക്കൊത്ത്, ഞങ്ങൾ കോട്ടയംകാരൊക്കെ ഇടും കേട്ടോ. എല്ലാ ജില്ലയിലും ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തേങ്ങാക്കൊത്തും കരിവേപ്പിലയും, പിന്നെ ശരിക്കും പറഞ്ഞാൽ ചുവന്നുള്ളിയാണ് ബീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ്, സൂപ്പറും ചുവന്നുള്ളിയാണ്. അപ്പം എനിക്കിപ്പോൾ ചുവന്നുള്ളി ഇല്ലായിരുന്നത് കൊണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാനായത് കൊണ്ടും ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഞാൻ അധികം പച്ചമുളക് ചേർത്തില്ല. പിന്നെ ഉള്ളത് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ വെള്ളം കിശാന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര, എനിക്കിങ്ങനെ അളവൊന്നും പറഞ്ഞാൽ അറിയാമല്ലോ കേട്ടോ. എനിക്കിത് കുറച്ചവിടെ കഴിക്കുക, എനിക്കൊരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു അളവാണ് എൻ്റെ അളവ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം ഇവിടെ ഇരിക്കട്ടെ, ചെറിയ മേശയാണ്, നമ്മൾ അടുക്കളയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് വഴറ്റുന്നത്, അത് വേറെ കാര്യം. സവാളയും ഇതും പച്ചമുളകും ഇടുവാണേ. എല്ലാവരും പറയും ഫുഡ് ഉണ്ടാക്കുമ്പോൾ വർത്താനം പറയരുത്, വായിൽ തുപ്പിളി തെറിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ വായിൽ നാക്ക് കിടക്കുകയില്ല, അതാണ് എൻ്റെ കുഴപ്പം. ഞാനിപ്പോൾ കുക്കർ ഷോ അല്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ ചേട്ടാ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുള്ളൂ. അത് എന്നാന്ന് എനിക്കും അറിയാൻ പറ്റില്ല. ഈ സംസാരം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വീക്ക്നെസ് ആണ്. അതെന്നാണ് അതങ്ങനെയാണ്. പിന്നെ ഈ സവാള ഇപ്പോൾ വഴറ്റുവാണല്ലോ, കുറേ ഇട്ട് ഇങ്ങനെ വഴറ്റുമല്ലോ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്നാ സുതിമോളുടെ ഉപ്പ് ഇങ്ങനെ വെതറി വീഴാത്തതെന്ന്. വെതറി വീഴാത്തത്, ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ വെള്ളം, കറിയിൽ ഒഴിക്കാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ തട്ടി ഉപ്പിനകത്ത് വെള്ളം വീണു, അതുകൊണ്ടാണ് ഇങ്ങനെ വെതറി വീഴാത്തത്. അപ്പോൾ ആൾക്കാർ ഓർക്കരുത്, അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് പറയുകയാണെങ്കിൽ ഉപ്പിടുക. ഉപ്പിടുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. എൻ്റെ പൊന്നോ, ഞാനിവിടെ വരുന്ന സമയത്തെ രേഷക്കായ ആകെ മെലിഞ്ഞ്, ശരിക്കും പറയാം കണ്ണൊക്കെ കുഴിഞ്ഞ് എറണാകുളത്തോട് ഇറങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, അയ്യോ രതീഷിൻ്റെ അകത്ത് കിഡ്നി, രതീഷിൻ്റെ അകത്തൊക്കെ രതീഷിൻ്റെ ഉള്ളിൽ കിഡ്നിയോ കുറുക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര മെലിഞ്ഞിരുന്ന ആളായിരുന്നു. നമ്മൾ വന്നതിന് ശേഷം, ഞാൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ ബീഫും മീൻ കറിയും
കപ്പ വേവിച്ചത്, ചക്ക വേവിച്ചത്, ഉണക്ക മീൻകറി, അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ കഴിപ്പിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്ന കവളപ്പായ മനുഷ്യൻ വന്നു. അന്ന് ആ കവളൊന്നുമില്ല, ചുമ്മാ ഉടായിപ്പായിരുന്നു. പക്ഷേ അതിന് നന്ദിയൊക്കെ കേട്ടോ എന്നോട്. എന്നെ ഫുഡ് കഴിക്കണം ആ മനുഷ്യൻ ഇങ്ങനെ കൂമ്പാരമായത്. ഇപ്പം പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേട്ടായി ഇവിടെ നിൽക്കുവാണെങ്കിൽ ചേട്ടായുടെ വയറ് എരമല്ലൂരായിരിക്കും. അതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെ നന്നായിട്ട് വയറ്റുന്നത് എന്ന് വെച്ചാൽ നല്ല വയലുവാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ചൂടാക്കിയിരുന്നവരൊക്കെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ നന്നായിട്ട് വയലുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഈ വഴലു എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്ക് എന്നെ ആയിരിക്കും എനിക്കറിയാൻ പറ്റത്തില്ല. ചില പല വാക്കുകളൊക്കെ ഞാൻ പറയുമ്പോൾ അത് പല സ്ഥലത്ത് തെറിയാണെന്നൊക്കെയാണ് പറയണത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലും പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനിനി പറയുന്നില്ല. ഭാഷ മാറി അടിമേടിച്ച ഒരാളാണ് ഞാൻ. പിന്നെ ഇതെങ്ങനെ ഇപ്പോൾ വഴണ്ടി വരുന്നുണ്ട് അത്യാവശ്യം. ആ സമയം കൊണ്ട് തന്നെ വഴണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇടുക. കണ്ട ഇട്ടിട്ടുണ്ട്. അതിനുശേഷം തേങ്ങാക്കൊത്തിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇത് ചൂടാക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത് തോന്നുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രൊഫഷണലായിട്ടൊന്നും കൂട്ടരുത്. ഇതിന് കമൻ്റ് ഒന്നും ആരും വന്നത് സുധിമോളെ ഇങ്ങനെയല്ല വെക്കുന്നതെന്ന് പറയരുത്. ഇതെൻ്റെ സ്വന്തം കൈപ്പടയാൽ ഉണ്ടാക്കുന്ന കറികളാണ്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഓരോ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നതാണ് ഇതൊക്കെ. എൻ്റെ രീതിക്ക് ഞാൻ വെക്കണതല്ല. ഞാനിന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് രജിയുടെ കൂടെ വന്നതിന് ശേഷം കരിയാപ്പളാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വന്നതിന് ശേഷമാണ് ഞാൻ പാചകമൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണത്. എന്നാലും വീട്ടിൽ നിന്നൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അമ്മച്ചിക്ക് സുഖമില്ലായിരിക്കുമ്പോഴും അമ്മച്ചിക്ക് വയ്യാത്തപ്പോഴൊക്കെ ഞാൻ അമ്മയെ സഹായിക്കും, പണിയെടുക്കും. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു കിണറുണ്ട്. കിണറ്റിൽ വെള്ളം കോരണമെങ്കിൽ അങ്ങ് ഒത്തിരി ആഴമാണ്. ഈ ഉപ്പെല്ലാം എടുത്തോണ്ട് പോവുകയാണോ? ആഴമാണ്. അപ്പോൾ വെള്ളം കോരാൻ എത്താതെ വരുമ്പോഴത്തേക്കും നമ്മുടെ കുട വെക്കുക കിണറ്റുകാരുടെ സൈഡിൽ കൊണ്ട് വെച്ചേച്ചും കമ്മത്ത് വെച്ചേച്ചും അതിൻ്റെ മുകളിൽ കയറി നിന്ന് വെള്ളം പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പണിയെടുക്കും. എന്നാലും ഇങ്ങനെ ഫുഡ് കറക്റ്റായിട്ട് ഒരു കൃത്യനിഷ്ഠ പോലെ ഉണ്ടാക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി രേഷയുടെ കൂടെ വന്നത് പിന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വർഷം എന്തുകൊണ്ട് സുധി ചെയ്തില്ലെന്ന്. ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ വരുമ്പോൾ 10ാം ക്ലാസ് ജയിച്ച് +1 ജയിക്കുന്ന പ്രായത്തിൽ വന്നതാണ്. ഇവിടെ വന്നാണ് എല്ലാം പഠിച്ചത്. എന്നാലും അമ്മച്ചി എല്ലാം പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലങ്ങനെ ചെയ്യേണ്ടതല്ല. അമ്മച്ചി നല്ല തകൃതിയായിട്ടെല്ലാം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വീട്ടിലങ്ങനെ ചെയ്തതല്ല, ചെയ്ത് മൊത്തം ഇവിടെ വന്നിട്ടാണ്. നമ്മൾ കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. ഇനി വഴണ്ടാനാണ് അതിൻ്റെ ഒരു ഗുമ്മ് വരുവുള്ളൂ. നന്നായിട്ട് വഴണ്ടണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിന്ന് ഇതിന് കോമ്പിനേഷൻ കപ്പ വേച്ച് ഉണ്ടാക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. കപ്പ വേച്ച് ഉണ്ടാക്കാനായിട്ട് കപ്പ തിരക്കി ഞങ്ങൾ എരമല്ലൂർ തൊട്ട് അങ്ങ് അരുപ്പള്ളി വരെ പോയി. പക്ഷെ കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ കപ്പ വേച്ചും ബീഫ് കറിയും കാണിക്കാനായിരുന്നു ഇരുന്നത്. പക്ഷെ അത് നടന്നില്ല. എന്നാലും ഞാൻ പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കഴിക്കുമ്പോൾ കാണിക്കാതെ ഓർത്താണ് ഇരിക്കുന്നത്. ഇതെന്തിനും എല്ലാം പുറത്തൂടെ കൊണ്ട് വെക്കുന്നത് കാണിക്കാതെ. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വഴണ്ട് ഒരുമാതിരി ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഈ സാധനം എടുത്ത് ഈ ബീഫിലോട്ടിടും. ഈ നന്നായിട്ട് വഴണ്ടിയ സാധനം എടുത്ത് ബീഫിലോട്ടിടും കേട്ടോ. ബീഫിലോട്ടിട്ട് അതിന് ശേഷം ഞാൻ ഈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കണം കേട്ടോ. പിന്നെ അതേ കുറച്ച് മുളക് പൊടി. കൊച്ചുങ്ങളുള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ എടുക്കും. ഞങ്ങൾക്ക് എരിവും പുളിയൊക്കെ ഉപ്പൊക്കെ കൂടുതൽ വേണ്ട ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിടുവാണേ. വെറുതെ എണ്ണയൊന്നും വേണ്ട. വെറുതെ ഇങ്ങനെ ചട്ടിലോട്ട് ഇട്ടാൽ മതി. ഈ ചീനച്ചട്ടിലോട്ട് ഇട്ടാൽ മതി. അതിന് ശേഷം ബീഫ് മസാല 10ൻ്റെ ബീഫ് മസാലയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ആ 2 ഞാൻ ഇടുവേ. ദേ 2 ഇടുവാണ്. അത്ര മസാല വേണം നമുക്കിതിന്. ശരിക്കും പറഞ്ഞാൽ മസാലപ്പൊടി അതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി എരിവും ഇതൊക്കെ വേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടുതലിടുന്നതാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഈ പൊടി മൂപ്പിക്കണം. അത് മൂപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മൂപ്പിച്ചിടുവാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. നല്ല മണമായിരിക്കും കറിക്ക്. കറിയുടെ ബിസിലടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് പറക്കും. നന്നായിട്ട് മൂപ്പിക്കണം. ഒരു സ്മെല്ല് നമുക്ക് അടിക്കും. അത് ഈ ബീഫ് കറിയിലൊക്കെ സ്മെല്ല് അടിക്കും. നന്നായിട്ട് മൂപ്പിച്ച് ഒരു കളർ വ്യത്യാസം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മെറൂൺ കളറിലൊക്കെ ഇരിക്കും. നല്ല ചുമപ്പല്ല, ഒരു വെട്ട് കളറില്ല, നല്ലൊരു മെറൂൺ കളറിലിരിക്കും.
ഞാനിങ്ങനെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കും കേട്ടോ. പൊടികളെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കും. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. മസാലയുടെയും മൊത്തത്തിലുള്ളൊരു മണമുണ്ട്. ഇനി ദേ ഈ പൊടികളെല്ലാം കൂടെ കൂടി ഇതുണ്ടോ, പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടി ഇനി അങ്ങോട്ട് മറക്കുകയാണ്. ബീഫിൻ്റെ അകത്തോട്ട് ഇടുവാണേ. കണ്ടോ, പയ്യെ ഇട്ടാൽ മതി. ഇനി വെറുതെ കൈയും കാലും എല്ലാം പൊള്ളിച്ച് സുതിമോള് പറഞ്ഞതേ ചട്ടിയെ പിടിച്ച് വലിച്ച് അങ്ങനെ എടുത്തിട്ട് ഡൈവ് ചെയ്തോളാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കൈ കൊള്ളിയെന്ന് പറയരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ കുരുകുര വെച്ച് കാണിക്കുന്ന പോലെ ആകരുത്. ഞാൻ ഉണ്ടാക്കാൻ ശരിയാണോ സെറ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കണേ. ഇങ്ങനെ ഇട്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് ബീഫ് കണ്ടല്ല, ബീഫ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റിയതും പച്ചമുളകും എല്ലാം ഉണ്ട്. അതിനുശേഷം ബീഫ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനമാണ് കിടക്കുന്നത്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ്, ഇച്ചിരി ഉപ്പ് ഇടണം. അത് ഈ ഞാൻ പറഞ്ഞുകൊണ്ട് പോലെയാണ്, വെള്ളം വീണതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇച്ചിരി വെതറിക്കിടുമ്പോൾ നല്ല ഭംഗിയൊക്കെ കിട്ടിയേനെ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലോട്ട് ഒഴിക്കണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒഴിച്ച് വെച്ചും ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് സ്പൂണൊന്നും ഇടരുത്, അതൊന്നൊരു ഇത് കിട്ടത്തില്ല. നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല ശരിക്കും ഇങ്ങനെ ഇളക്കണം. അപ്പം ചോദിക്കും ഭയങ്കര ചൂടല്ല സുതിമോളെ എങ്ങനെയാണെന്ന്. കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കാനുള്ള ആക്രാന്തം ഓർക്കുമ്പോൾ ഒക്കെ പോവും. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം ഇത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കാവുള്ളൂ. ചെറുതായിട്ട് കൈയൊക്കെ പൊള്ളും, അത് കാര്യമാക്കണം. തിന്നുമ്പോൾ ആ പൊള്ളലൊക്കെ അങ്ങ് പൊക്കോളും. അങ്ങനെ നന്നായിട്ട് കുപ്പി വരെ കിടന്ന് കുലുങ്ങും. ഇവിടെ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് നിങ്ങൾ ഞാൻ ശരിയൊക്കെ തരാടാ. ഈ ബീഫിനെ പറ്റി പറയുമ്പോൾ ഒരു കഥയുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ബീഫ് കറി വെക്കാൻ പറഞ്ഞു. എൻ്റെ വിചാരം ചിക്കൻ വറുത്തല്ലേ കറി വെക്കണത് എന്നോർത്ത് എനിക്കിത് എങ്ങനെയാണെന്ന് അറിയാൻ മേല. അപ്പം ചേട്ടായി ഇറച്ചി മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അമ്മ മീൻ തപ്പാൻ പോയി. ഇവിടെ തപ്പുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. മീൻ പിടിക്കാൻ പോയപ്പോൾ ഇത് എങ്ങനെ കറി വെക്കണമെന്ന് എനിക്കറിയില്ല. അമ്മ വിചാരിച്ചു ചിക്കനാണ് ചേട്ടായി മേടിച്ചേക്കുന്നതെന്ന്. അപ്പോൾ ചേട്ടായി എൻ്റെ അടുത്ത് വന്ന് വെച്ചും പറഞ്ഞ് നിനക്ക് വെക്കാൻ അറിയാൻ മേലെങ്കിൽ അമ്മയോടൊന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഓടിപ്പിടച്ച് അമ്മ തപ്പുന്നോർത്ത് ചെന്നു. അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, അമ്മ ഇതെങ്ങനെയാണ് അമ്മ കറി വെക്കുന്നത്, ബീഫ് കറി വെക്കാൻ എനിക്ക് ഇറച്ചി കറി വെക്കുന്നത് എങ്ങനെ അറിയാൻ മേലെന്ന്. അമ്മ വിചാരിച്ച് ചിക്കനാണ് രതീഷ് മേടിച്ചതെന്ന്. ഉടനെ അമ്മ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പെരട്ട്, അവിടെ എണ്ണ ഒഴിച്ച് അങ്ങ് വറുത്തോളാൻ പറഞ്ഞു. വറുത്തിട്ട് ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ഓടി ഇങ്ങ് വന്ന് ബീഫ് എടുത്ത് കഴുകി മസാലയൊക്കെ പുരട്ടി എണ്ണക്കത്തിട്ട് അങ്ങ് വറുത്ത്. പറയുന്ന പറഞ്ഞാൽ ചറക്കം പുറക്കിട്ട് വറുത്തയച്ച് അങ്ങ് കറി വെച്ച് മൊത്തം വറുത്ത് കേട്ടോ. മൊത്തം വറുത്ത് കറി വെച്ച് ചോറ് തിന്നപ്പോൾ ജന്മം ചെയ്ത ബീഫ് പല്ലുമായിട്ട് യോജിക്കത്തില്ല. ബീഫ് അങ്ങോട്ട് കരിങ്കല്ല് പോലെ ഇരിക്കുക. എന്നാലും ചെയ്യാൻ പറ്റുമോ? ഈ മിച്ചർ തിന്നും പോലെ കറക്കും പറഞ്ഞാണ് ബീഫ് കറി എന്നത്. അങ്ങനെ വെറൈറ്റി ബീഫ് കറി ഞാൻ ആദ്യമായിട്ടോട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര കഥയാണ് അതൊക്കെ. ഇപ്പോൾ ഓർക്കുമ്പോൾ നാണക്കേട് പോലെ. ഇപ്പം ഞാൻ പെരട്ടി ഈ മോഡലാക്കിയിട്ടുണ്ട്. കണ്ട നന്നായിട്ട് യോജിച്ച് കണ്ട. അയ്യോ കറി ഒരു രക്ഷയില്ല. എന്നാന്നറിയത്തില്ല, ഭയങ്കര കൈപ്പുണ്യാണെന്നാണ് എല്ലാവരും പറയണത്. അതെങ്ങനെ കിട്ടിയതാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അളവും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നുള്ളൂ. എനിക്കിപ്പോൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് അളവൊക്കെ ഓരോരുത്തരും അങ്ങനെ പറയത്തില്ലേ, 2 സ്പൂൺ മുളക് പൊടി 3 സ്പൂൺ അങ്ങനെയൊന്നും പറയാനറിയില്ല. എനിക്കൊരു കണക്കുണ്ട്, അതനുസരിച്ച് അങ്ങനെ എല്ലാം ചേർക്കുന്നല്ലാതെ എനിക്ക് അളവും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും പറഞ്ഞൊരു 10-15 മിനിറ്റ് വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സൂപ്പർ. ഇതൊന്ന് എല്ലാം കൂട്ടി യോജിപ്പിച്ച് കുറച്ചൊരു 10 മിനിറ്റ് മതി. അധികം വെച്ചിട്ടാലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് കറി വെക്കണം. ഒന്ന് പെരട്ടി വെച്ചും വെക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇപ്പം സമയം പോയത് കൊണ്ടും കഴിക്കാനുള്ള ധൃതി കൊണ്ടും ഞാൻ വെക്കുന്നില്ല. അത് കറി എളുപ്പത്തിൽ വെക്കുകയാണ്. ഇതിന് ശേഷം ഒന്നിങ്ങനെ യോജിപ്പിച്ച് വെച്ച് കുക്കർ അടയ്ക്കുന്നു.
വിസിൽ വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പരിപാടി കിടക്കുന്നത്. ഇനി കുക്കറോട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടിച്ച് കുക്കർ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം കറി സെറ്റായി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്, ഏറ് കളഞ്ഞ് വെച്ചേക്കാണ്, സെറ്റായി ഇരിക്കുകയാണ്. കണ്ട കണ്ട സെറ്റായിരിക്കുകയാണ്. കണ്ട എല്ലാവരും വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങള് കോട്ടയം സ്റ്റൈലില്, കോട്ടയംകാരെങ്ങനെയാന്ന് വെച്ചാൽ ബീഫ് കറി ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഈ ആലപ്പുഴ ജില്ലയിൽ ചന്ദ്രൂർ നാട്ടിലൊന്നും ആരും കടുക് പൊട്ടിക്കുന്ന പരിപാടിയൊന്നും ചെയ്യത്തില്ല. പക്ഷെ കോട്ടയത്ത് എല്ലാവരും ചെയ്യും. മീൻ കറിക്ക് ഇറച്ചിക്കറിക്കൊക്കെ ഇടും ഈ കടുക് കളിക്കുക. അതിന് കുറച്ച് കരിവേപ്പില, ഉള്ളി, വേപ്പില എല്ലാം കൂടി അത് കളറിപ്പറ്റ വേറെ ഒന്നുമല്ല, കടുക് വെറുതെ പേർക്ക് മോന്തേ വീഴണ്ടല്ലോ ഓർത്തിട്ടാണ്. നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ശരിയാക്കാതെ. അതെന്നാ ചെയ്തത് എല്ലാം മാറ്റി മാറ്റി വെക്കുകയാണ് ഞാനത്. ഇവിടെ ശല്യമാക്കി ഇങ്ങനെ ഇരിക്കണല്ലോ എന്ന് ഓർത്തിട്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കടുക് അടച്ച് നിങ്ങോട്ട് ഒഴിക്കുവാണേ. അപ്പൊ ഈ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലും രുചിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, പ്രൗഡ് ഓഫ് യാക്കി ഒന്ന് യോജിപ്പിക്കണേ. നമ്മളിത് ബീഫ് കറി റെഡിയായിരിക്കാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോണത് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് വെച്ച് കേട്ടാ. ഇനി ഇതേ നമുക്ക് കോമ്പിനേഷനായിട്ട് പൊറോട്ടയാണ് കാണിക്കുന്നത്. നമ്മളെ കേരളീയരുടെ ഇഷ്ട ഭക്ഷണമാണ് പൊറോട്ട. പൊറോട്ടയും ബീഫ് കറിയാണ് എടുക്കുന്നത്. ഞാൻ ഈ വേറൊരു പാത്രത്തിലത് മാറ്റാൻ പോയി ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഇടുകയാണ്. ഇത് കറി ഇതാണ് നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറി. ഈ പൊറോട്ടയും ബീഫും കാണുമ്പോൾ ഒരു കഥ എനിക്ക് ഓർമ്മ വരും. എന്നാന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ചേട്ടായുടെ കൂടെ വന്ന സമയത്ത് എല്ലിമാണി പോലെയായിരുന്നു വെച്ചത്, വള്ളി പോലെ തൊലിഞ്ഞായിരുന്നു വെച്ചത്. അങ്ങനെ ഞാനും ചേട്ടായുടെ ആദ്യമായിട്ട് പുറത്തിറങ്ങി. ചേട്ടായുടെ പെങ്ങളുടെ വീട്ടിലാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കല്ല, ഞാൻ പോകുമായിരുന്നു ആദ്യമായിട്ട്. അങ്ങനെ ഇരിക്കുക ചേട്ടൻ്റെ കൂട്ടുകാരുടെ കടയുണ്ട് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ. അവിടെ ചിലപ്പോൾ ചേട്ടായോട് ചോദിച്ചു, ശരി വേണം നിനക്ക് വിശക്കുന്നുണ്ടോന്ന് വെച്ചു. പോയി തിരിച്ച് വരുന്ന വഴിക്ക് അപ്പം ഞാൻ പറഞ്ഞു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേട്ടായുടെ കൂട്ടുകാരുടെ കടയിലോട്ട് കഴിക്കാൻ കയറി. അവിടെ ചെന്ന് കയറിയപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ തിന്നിട്ടില്ലാത്ത ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയെന്ന് വെച്ചാൽ പൊറോട്ട ഇറച്ചിയും തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചേട്ടായി പറഞ്ഞ് എത്ര പൊറോട്ട തിന്നു. അപ്പം എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് ചേട്ടായി ചോദിച്ചപ്പോൾ ചേട്ടായി ഓർത്ത് ഞാൻ വേറെ 2 പൊറോട്ടയൊക്കെ തിന്നുകൊള്ളായിരിക്കുമെന്ന്. 2 പൊറോട്ട ഒരു ബീഫ് കറി മേടിച്ചു. ആ 2 ഞെരട് 2 തള്ള് അപ്പം തന്നെ 2 പൊറോട്ട തീർന്നു. അപ്പോൾ അവിടെ പിന്നെയും ചോദിച്ചു, അല്ല നിനക്കിനി പൊറോട്ട വേണോ? ഞാൻ പറഞ്ഞു വേണം. അങ്ങനെ പറഞ്ഞ് ഒരു 9 പൊറോട്ട അങ്ങോട്ട് തിന്ന് അവിടെ ഇരുന്നു. അവസാനം ചേട്ടാ ചോദിച്ചു ഇനി വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഒരെണ്ണം കൂടി വേണ്ട, എഴുന്നേറ്റോ പാഴ്സൽ മേടിക്കും, വീട്ടിൽ പോയി തിന്നാന്ന്. അത് ചേട്ടാടെ ചോദിച്ചു, എൻ്റെ അവിടെ അളിയോ ഇത് എവിടെ നിന്ന് കൊണ്ടുപോകുന്നു, ഇത് ട്രിപ്പറാണോ എന്ന്. അങ്ങനെയൊക്കെ ഈ ബീഫിൻ്റെ കഥ പറഞ്ഞ പൊറോട്ടയുടെ കഥ പറഞ്ഞാൽ അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ അത് പോട്ടെ. ഇവിടെ ഇതാണ് നമ്മളുടെ പൊറോട്ട. അപ്പം ഞാൻ തിന്ന് കാണിക്കാം. ആൾക്കാർ കുഴപ്പമൊന്നും സംഭവിക്കുകയൊന്നുമില്ല, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ തിന്നൂടെ കാണിച്ചേക്കാം. ഇങ്ങനെ ഒരു കഷ്ണം എടുക്കുക, ഇങ്ങനെ സൂപ്പറാ, പൊളിച്ചു സൂപ്പറാ രക്ഷയില്ല. ചൂടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം സൂപ്പറാ. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. പിന്നെ ഈ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. താങ്ക് യു.